നിങ്ങൾ പഞ്ഞിമരം കണ്ടിട്ടുണ്ടോ? പഞ്ഞിമരം, അത് പഞ്ഞിമരം നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മിക്കവാറും വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചില വീടുകളിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. പക്ഷേ എന്നാൽ യൂറോപ്പിൽ, അതായത് UK-യിലെ പഞ്ഞിമരം ഞാൻ കാണുകയാണ്. അതെനിക്ക് വളരെ കൗതുകം തോന്നി. നിറയെ പഞ്ഞിയാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് ഒന്ന് പങ്കുവെക്കാം. നോക്കുക, സുഹൃത്തുക്കളെ, കണ്ട ഇതാ പഞ്ഞിമരമാണ്. പഞ്ഞി നോക്കുക, ഇത് മരം മുഴുവൻ പൂത്ത് ഇതിൻ്റെ നിൽക്കുന്നത് മുഴുവൻ പഞ്ഞിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ പഞ്ഞിമരത്തിൻ്റെ കായ്കളൊന്നും ഇതിനില്ല. ആ കാ പൊട്ടിയൊന്നുമല്ല ഇതുണ്ടാകുന്നത്. കായുണ്ട്, അതൊരു വളരെ ചെറിയ കായ്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ആ കായ ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു കമ്പ്, ഇതാണ് കായ്. ഈ കായിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്ന സംഭവമാണ് ഈ പഞ്ഞി. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നിറയെ പഞ്ഞിയാണ്. ഇതുണ്ട്, ഇത് നിറയെ പഞ്ഞിയാണ് ഈ ചെറിയ കായ്ക്കകത്ത്. ഇത് കാണാതിരിക്കുന്നു. ഇതുണ്ട്, ഇതാണ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പഞ്ഞി. ഈ ചെറിയ കായ്ക്കകത്ത് പൊട്ടിയിട്ട് ഇത് ഉണ്ടാകുന്നത്. ഇവിടെ നിറയെ മനോഹരമായൊരു കാഴ്ചയാണിത്. ഇതെല്ലാം പഞ്ഞി കിടക്കുകയാണ്. പഞ്ഞി കിടക്കുകയാണ്. ഇതാണ് ഈ പഞ്ഞിമരം. കണ്ടോ, ഇത് നിറയെ പഞ്ഞിയാണ്. ഇത് മുഴുവൻ ഒരു സൈസ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇത് ചെറിയൊരു കായാണ്. ഈ പൊട്ടി അത് ഇതുപോലെ പഞ്ഞിയാകരുത്. ഇത് പൊട്ടിയ കായാണ്. ഇതിനകത്ത് പൊട്ടാത്ത കായ് ഇതിനകത്ത് കാണാം. ചിലത് പൊട്ടി വരുന്നതും കാണാം. കണ്ടോ, പൊട്ടി വരുന്നത്. അപ്പോൾ ഈ പഞ്ഞി ഇത് നിറയെ ഇത് ഉണ്ടായിക്കഴിഞ്ഞ് ഈ പഞ്ഞി ആയിക്കഴിഞ്ഞ് ഇത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇവിടെ മുഴുവൻ പഞ്ഞിയാണ്. ഇവിടെ മുഴുവൻ ഈ മരത്തിൽ ഈ ചെടികളൊന്നും പഞ്ഞി ഉണ്ടായതുള്ളതല്ല. ഈ ചെടിയെല്ലാം വന്നത് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് നിറയെ. പിന്നെ ഇവിടെ മുഴുവൻ ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണാണ്. ഇത് നാട്ടിലെ പോലെ ചെറിയൊരു മരമല്ല, ഇതൊരു വലിയ മരമാണ്. അതായത് പല ഓണം നമ്മളുണ്ടെന്നൊക്കെ മനുഷ്യർ പറയാറുള്ളത് പോലെ ഇത് പല വേനലുകൾ. ഇവിടെ വേനലാണ് പ്രത്യേകത. കാരണം വേനലുള്ളപ്പോഴാണ് ഈ മരം വളരുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് 12 മാസവും മരങ്ങൾ വളരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വേനൽക്കാലത്തും വസന്തത്തിലും വേനലിലും മാത്രമാണ് ഈ മരങ്ങൾ വളരുന്നത്. ബാക്കി ശിശിരത്തിൽ ഇത് തണുത്ത ഇവനവിടെ മരച്ച് ഇലകളൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയുള്ളൂ. അങ്ങനെ കാണുന്ന ഇത് നിറയെ ഇതാണ്. ഇവിടെ ഒത്തിരി ധാരാളം ഈ മരങ്ങൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇലകൾ ഇത് സൂക്ഷിച്ച് നോക്കണം. നമ്മളെ ഇലകൾ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ആലില പോലെയാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ കിടക്കുന്ന ഇതൊക്കെ നമ്മൾ ഇതിൽ കാണാറുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിത്രമുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ രൂപമുള്ള ഇതിൻ്റെ ചിത്രമാണ് നമ്മൾ ആലില മരത്തിന് കൊടുക്കുന്നത്. ഇതുപോലെ ആലിലുണ്ട് ഒരു ചെറിയ എൻ്റെ വായിലെല്ലാം പോകുന്നുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ എൻ്റെ വായിലെല്ലാം പോകുന്നുണ്ട്. സോറി, ഞാൻ ക്ഷമിക്കണം. ഞാൻ വായിപ്പോയ പഞ്ഞി തുപ്പിക്കളഞ്ഞതാണ്. അപ്പോൾ അത് ക്ഷമിക്കുക. പിന്നെ ഇത് നിറയെ നിൽക്കുകയാണ്. ഇതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുകയാണ്. ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇത് കണ്ട് ഈ ഉള്ള മരങ്ങളിലെല്ലാം ഇതൊക്കെ തന്നെ ഇതിൻ്റെ മരങ്ങളാണ്. നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ മരങ്ങളാണ്. കണ്ടോ, ഇതിൻ്റെ കണ്ടല്ലോ, വളരെ വലിയ മരങ്ങളാണ്. നല്ല കാതിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വലിയ കേടൊന്നും ഞാൻ കണ്ടില്ല. ബാക്കി പല മരങ്ങൾക്ക് നമ്മൾ കേടും പോതും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ മിക്കവാറും തത്തയൊക്കെ കൂടി വെച്ച് ധാരാളം ബഹളവും വെച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ആല് പോലെ ചെറിയൊരു കാറ്റിൽ അതൊരു തുള്ളുകയാണ്. കവിത എഴുതാൻ പറ്റുന്ന ഇതാണ്. ഒരു ആൽമരം പോലെ, ആൽമരത്തിൻ്റെ കീഴിൽ നമ്മളിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഓക്സിജൻ്റെ അല്ലെങ്കിൽ വായുവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു സുഖം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ മരം കൊത്തി കണ്ടോ മരം കൊത്തി. ഇത് കാണാവോ, ഇതിനകത്ത് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഒരു മരം കൊത്തി വന്ന് അവിടെ വന്ന് അവൻ പറന്നുപോയി. കണ്ടോ മരം കൊത്തിയാണ്. അവൻ ഇവിടെ വന്നിട്ട് അവൻ മരത്തെ നോക്കിയിട്ട് അവന് കട്ടി കൊണ്ടാണ് എന്നാണ് അവൻ പറന്നുപോയി നിൽക്കുന്നത്. ഒത്തിരി ധാരാളം പക്ഷികൾ ഇവിടെയുണ്ട്. ഇത് മോഡേൺ എന്ന് പറഞ്ഞാൽ UK-യിലെ അല്ലെങ്കിൽ ലണ്ടനിലെ തന്നെ മോഡേൺ എന്ന് പറയുന്ന
ആ സ്ഥലത്തെ എന്ന ആ ഒരു ചെറിയ ടൗണിലെ ഒരു പാർക്കാണ് മോഡേൺ ഹൈഡ് പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. 125 ഏക്കറോളം സ്ഥലമുള്ള താഴെയുള്ള വിസ്തീർണമുള്ള ഒരു പാർക്കാണ്, മനോഹരമായൊരു പാർക്കാണ്. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള. ഓക്കെ, ഞാനിവിടെ ഒത്തിരി ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്നാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. എനിക്ക് വളരെ മനസ്സിന് പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയാണ്. ഇന്ന് വെയിലും ഒക്കെ ഉണ്ട്, വലിയ തണുപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഷർട്ടൊക്കെ ഇട്ട, അല്ലെങ്കിൽ എൻ്റെ കോട്ടൊക്കെ എൻ്റെ പിന്നെ ബാഗിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ കണ്ടോ, മരം നരച്ച മുടി പോലെ, നരച്ച അല്ലെങ്കിൽ മുല്ലപ്പൂ ചൂടിയിരിക്കുന്നത് പോലെ മരം നിറയെ പഞ്ഞി പൂത്ത് കിടക്കുകയാണ്. അത് മുഴുവൻ പഞ്ഞിയാണ്. നമ്മുടെ നാട്ടിലെ പഞ്ഞിമരം പോലല്ല ഇത്. വലിയ കായ്കളൊന്നുമില്ല, ചെറിയ കായ്കളാണ്. ഈ കാണുന്ന ഈ ചെറിയ കായ്കളാണ് ഇതിനകത്തുള്ളത്. ഈ കാ പൊട്ടി ഇതുപോലെയുള്ള പഞ്ഞിയായിട്ട് മാറുന്നു. ചെറുത് പൊട്ടാത്ത കായുണ്ട്, പച്ച കണ്ടോ. ഇത് പൊട്ടി ചെറിയ കായാണ്, വളരെ ചെറുത്. ഇതൊരു കൊല പോലെ ഇത് പടർന്ന് കിടക്കുകയാണ്. അതാണ് ആ മരത്തിൻ്റെയൊക്കെ തുഞ്ചത്ത് കാണുന്നത്. അതാണ് ആ പഞ്ഞി പോലെ കിടക്കുന്ന ഇതാണ്. അതിങ്ങനെ കാറ്റത്ത് പറന്നു കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാതിരിക്കും പഞ്ഞി, പക്ഷേ ഇത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ വായിലൊക്കെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മരങ്ങൾ മുഴുവൻ വലിയ മരങ്ങളാണ്. പല വേനലുണ്ട മരങ്ങളാണിത്. എന്ന് പറഞ്ഞാൽ വേനൽ പലത് എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകളൊക്കെ പഴക്കമുണ്ട് പോകും. അത്ര വണ്ണവും വലിപ്പവുമുള്ള മരങ്ങളാണ്. പലതും ചെറുതുമുണ്ട് കേട്ടോ, ചെറുത് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ വലിയ മരങ്ങൾ വലിയ നല്ല മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിട്ട് തലയെടുപ്പോട് കൂടി അവൻ നിൽക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈട്ടുമരത്തിൻ്റെ ഒരു ലുക്ക് ഇതിനുണ്ട്. പക്ഷേ ഈട്ടുമരമല്ല, ആൽമരത്തിൻ്റെ ഇലകൾ പോലെയാണ്. പക്ഷേ ആൽമരമല്ല. പക്ഷേ വളരെ ഇതാണ്. കാരണം ഇതിന് ആൽമരത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ വേര് ഊന്നി പുതിയ അല്ലെങ്കിൽ അതിൻ്റെ അത് ആ നിൽക്കുന്ന ചുറ്റുപാടും അത് വളർന്നു വരാറുണ്ട്. ഇതങ്ങനെയില്ല, ഇതൊരു മരം പോലെ തന്നെയാണ്. പക്ഷേ ഇല അത് ആൽമരം പോലെ നല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള പ്രണയത്തിൻ്റെ ചിഹ്നമായ ആലിലകൾ അതിങ്ങനെ കണ്ട കാറ്റത്ത് ഇങ്ങനെ പിന്നെ ആ കാറ്റടിക്കുന്നതാണ്. ചെറിയൊരു കാറ്റ് മതി, വളരെ മനോഹരമായിട്ട് പിന്നെ ഇങ്ങനെ ആയിരുന്നു. നല്ല ശുദ്ധവായുവും കിട്ടുന്നുണ്ട്. മനോഹരമായ ഒരു കാഴ്ച. ഇത് വേറെ മരമാണ്, ഇത് വേറൊരു ടൈപ്പ് മരമാണ്. പക്ഷെ മരത്തിൻ്റെയൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളാണ്. നല്ല കാതലും ഇതൊക്കെ ഉള്ള നല്ല വർഷങ്ങളായിട്ട് അവൻ നിന്ന് അവൻ്റെ സ്കിന്നൊക്കെ വളരെ ബലവത്തായിട്ടുള്ള ഉണ്ടോ. ഇതൊരു കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇതിൻ്റെയൊക്കെ ഇത് കണ്ട് ഒരു എന്നാ ഡിസൈനാണെന്ന് നോക്കിയാൽ എൻ്റെ ആ ഒരു. ഓക്കെ, താങ്ക് യു.